അഴിമതിയുടെയും വർഗീയതയുടെയും പ്രതിനിധികളാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്ന് പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണെന്നും മതമേലധ്യക്ഷന്മാർക്കെതിരായ PC ജോർജിന്റെ അധിക്ഷേപ പരാമർശം അപലപനീയമാണെന്നും LDF സ്ഥാനാർത്ഥി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൂഞ്ഞാർ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെ പോകുന്നു വിജയപ്രതീക്ഷകൾ? വിജയം സുനിശ്ചിതമാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് വോട്ടായിട്ട് മാറും. അതിലുപരി ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയെയും അഴിമതിയെയും പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എനിക്കെതിരെ വന്നിട്ടുള്ളത്. ഒരാൾ വർഗീയതയുടെ മൊത്തക്കച്ചവടക്കാരനും മറ്റൊരാൾ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത അത്തരം പ്രവണതകൾ പൂഞ്ഞാറിലെ ജനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ ജനങ്ങളുടെ വലിയ പിന്തുണയും പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഈ കോട്ടയത്തിലുള്ള മറ്റ് മണ്ഡലങ്ങൾ പോലെ അല്ലാതെ പൂഞ്ഞാറിൽ കൂടുതലായി പ്രാദേശികമായ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുമായി നടത്തിയ പ്രസ്താവനകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മറ്റ് മണ്ഡലത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മണ്ഡലത്തിൽ? ഇല്ല, പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണല്ലോ. കാരണം ഒരു പ്രദേശത്തിൻ്റെ വികസനവും പുരോഗതിയുമാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടേണ്ട പ്രധാന വിഷയങ്ങൾ. ആ രണ്ട് കാര്യത്തിലും LDFന് അനുകൂലമായ നിലയാണുള്ളത്. LDF ഗവൺമെൻറ് നേതൃത്വത്തിൽ നടത്തിയ വികസനങ്ങൾ മാത്രമേ ഈ നിയോജകമണ്ഡലത്തിൽ എടുത്തു കാണിക്കാനായിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ വികസന മുരടിപ്പിൻ്റെ കാലമായിരുന്നു. വികസന അപര്യാപ്തതയുടെ ഒരു വല്ലാത്ത വേദിയാണ് ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലം. അതിനൊരു മാറ്റമുണ്ടായത്, തിരുത്തലുണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. FCRI-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അത് BJPയുടെ ഒരു ജനവിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ഒരു പരാമർശം നടത്തിയുണ്ടായി. അത് തികച്ചും അപലപനീയമാണ്. അങ്ങനെ ആർക്കും വഴിയിൽ കൊട്ടാവുന്ന ചെണ്ടകളല്ല മതമേലധ്യക്ഷന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും. അത്തരം സമീപനങ്ങൾ പൂഞ്ഞാറിൻ്റെ ജനത അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതര ജനത വച്ചുപൊറുപ്പിക്കില്ല എന്നും അതൊക്കെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഒരു ത്രികോണ മത്സരം ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് LDFനുണ്ടോ? അതാ നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ത്രികോണ മത്സരം തന്നെയാണ്. BJP സ്ഥാനാർത്ഥി ശക്തമായി മത്സരരംഗത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന ആളും ഒരാൾ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുമാണ്. അപ്പോൾ അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നടത്തുന്നത്. ഏതാണെങ്കിലും ഇത്തവണയും പൂഞ്ഞാറിൽ സുനിശ്ചിതമായി വിജയിക്കുമെന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത്.